പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എല്ലാ ഹാർവസ്റ്റ് ടി വി പ്രേക്ഷകർക്കും വീണ്ടും ഗ്ലോറി ഫെസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷെറിൻ ആൻ്റണി ആൻഡ് ഫാമിലിയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ വചനത്തിലോട്ട് നീങ്ങുകയാണ്. പരിശുദ്ധാത്മാവേ, പ്രിയ ഷെറിൻ ആൻ്റണിയും ഫാമിലിയും കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ തിരുക്കരത്തിൽ ഏൽപ്പിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങളുടെ കൂടെ കൂടിയിരിക്കണം. ആ ഫാമിലിയെ മുഴുവൻ നീ ബ്ലസ് ചെയ്യണം. ജോലി കാര്യങ്ങളെ ബ്ലസ് ചെയ്യണം. അപ്പോൾ ഗ്ലോറിയസ് ആക്കി മാറ്റണം. തിരുക്കരത്തിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലോറി ഫെസ്റ്റ് എന്ന ഈ പ്രോഗ്രാം ഹാർവസ്റ്റ് ടി വിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഗ്ലോറിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഭവനങ്ങൾ ഗ്ലോറിയസ് ആയിട്ട് മാറും. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനങ്ങൾ മഹത്വമായി മാറും. യേശു കയറുന്ന ഒരു ബോട്ട്, ഹല്ലേലൂയ, എപ്പോഴും നിറവാണ്. ഹല്ലേലൂയ. ഈ ഗ്ലോറി ആമേൻ വ്യാപരിക്കുന്ന ഗ്ലോറിയെക്കുറിച്ച് അറിയും തോറും നിങ്ങളുടെ വീടുകൾ ആമേൻ നിറവായി മാറിക്കൊണ്ടിരിക്കും. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഈ നിമിഷം പറയുകയാണ്, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫ് നിറവായി മാറാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ഒരു പാട്ടിങ്ങനെയുണ്ട്, നിറവാന ആവിയാനവരെ, ഹല്ലേലൂയ, നീർ വരും പോത് സൂഴ്നിലൈ മാറുമേ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങളുടെ ലൈഫ്, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ലൈഫിൽ ഒരു നിറവ് വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾ കുറവുകളിലൂടെ പോകുന്നവരാണെങ്കിൽ ഇപ്പോൾ അത് നിറവായി മാറും. കാരണം ഗ്ലോറിക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആസ്പെക്റ്റാണ് നിറവ് എന്നുള്ളത്. ഹല്ലേലൂയ. ഇപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ നിറവ് വ്യാപരിക്കും. ആമേൻ. ഗ്ലോറിക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ് ആമേൻ നല്ലത്, പെർഫെക്റ്റ് എന്ന് ഉള്ളത്. ഹല്ലേലൂയ. ദൈവം ആദിമ മനുഷ്യനെ ഗ്ലോറിക്കകത്ത് സൃഷ്ടിച്ചു. ആമേൻ. ഉൽപ്പത്തി 1-ാം അധ്യായം 2-ാം അധ്യായം എന്നീ ഭാഗങ്ങളിൽ നമുക്ക് കാണാം. ആമേൻ. ആ എല്ലാത്തിനെയും ദൈവം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇത് നല്ലത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളെയും ദൈവം ഉണ്ടാക്കിയിട്ട് ദൈവം പറഞ്ഞു, ഇത് നല്ലത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. God saw all that he had made and it was very good. Genesis chapter 1 verse 31 ഇങ്ങനെ പറയുകയാണ്, God saw all that he had made and it was very good. Hallelujah, hallelujah, hallelujah. അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവം ഉണ്ടാക്കിയ എല്ലാം, ആമേൻ, ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ദൈവം പറയുന്നു, ഇത് നല്ലത്. ഹല്ലേലൂയ, ഇത് നല്ലത്. ഹല്ലേലൂയ. ഗ്ലോറിക്കകത്തെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകളിൽ ഒന്നാണ് ഇത് നല്ലത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് നല്ലതാണോ? ഹല്ലേലൂയ. അല്ലെങ്കിൽ ഗ്ലോറിക്കകത്ത് വരുന്ന ആ മിനിറ്റിൽ അത് നല്ലതായിട്ട് മാറും. നിങ്ങളുടെ ലൈഫ് കൈപ്പേറിയതാണെങ്കിൽ ഈ നിമിഷം ഞാൻ നിങ്ങളോട് പ്രവചിക്കുകയാണ്, നിങ്ങളുടെ ലൈഫ് നല്ലതായിട്ട് മാറാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഹല്ലേലൂയ. നിങ്ങളുടെ ലൈഫ് നല്ലതായിട്ട് മാറാൻ പോവുകയാണ്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബിക്കം വെരി ഗുഡ്. എല്ലാവരും ചേർന്ന് എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഗ്ലോറിക്കകത്ത് എല്ലാം വെരി ഗുഡാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ ടീച്ചർമാർ മാർക്ക് ഇടുന്നത് കണ്ടിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഗുഡ് ഉണ്ട്, വെരി ഗുഡ് ഉണ്ട്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആൻഡ് ഗോഡ് സോ ഓൾ ദാറ്റ് ഹി ഹാഡ് മെയ്ഡ് ആൻഡ് ഇറ്റ് വാസ് വെരി ഗുഡ്. ഗ്ലോറിക്കകത്ത് ഇംപെർഫെക്ഷനുകളില്ല. നിങ്ങൾ എന്നോട് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതം, ഭൗതിക ജീവിതം, മാനസിക ജീവിതം, ഇത് മൂന്നിലും ഇംപെർഫെക്ഷനുകൾ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, നിങ്ങൾ ഗ്ലോറിക്കകത്ത് പ്രവേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഗ്ലോറിയുടെ വെളിപ്പാട് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. കാരണം ഗ്ലോറി എന്ന് പറഞ്ഞാൽ അത് പെർഫെക്ഷൻ്റെ സ്ഥലമാണ്. എല്ലാവരും ചേർന്ന് എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് പെർഫെക്ഷൻ. ഹല്ലേലൂയ. അതെന്തിൻ്റെ സ്ഥലമാണ്? അത് പെർഫെക്ഷൻ്റെ സ്ഥലമാണ്. അത് എല്ലാത്തിനെയും നല്ലതാക്കുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. ഗ്ലോറിക്കകത്തേക്ക് നമ്മൾ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ പ്ലാനിലോട്ട് നമ്മൾ വരിക എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. നമ്മൾ ഒറിജിനൽ പ്ലാനിൽ നിന്ന് വീണ് പോയപ്പോൾ ആമേൻ, നമ്മുടെ DNA അഫക്റ്റഡായി, നമ്മുടെ മൈൻഡ് അഫക്റ്റഡായി, നമ്മുടെ ബോഡി അഫക്റ്റഡായി. എന്നാൽ ഇന്ന് ഗ്ലോറിയിലോട്ട് തിരിച്ചു വരുമ്പോൾ എല്ലാം കണ്ടിട്ട് ദൈവത്തിന് പറയാൻ പറ്റും, വെരി ഗുഡ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. പലപ്പോഴും ഈ അനുഗ്രഹം, ആമേൻ, പ്രോസ്പെരിറ്റി, ബ്ലെസ്സിങ് എന്നീ വാക്കുകളെ പലപ്പോഴും നമ്മൾ പോലും ആത്മീയരെന്ന് പറയുന്നവർ പോലും വിമർശിക്കാറുണ്ട്. എന്തിനെയാണ്? 3 വാക്കുകൾ: ബ്ലെസ്സിങ്, പ്രോസ്പെരിറ്റി, ആമേൻ എന്നിങ്ങനെയുള്ള വാക്കുകളെ നമ്മൾ ആത്മീയർ പോലും പലപ്പോഴും ആഗ്രഹിക്കുന്നെങ്കിലും വിമർശിക്കാറുണ്ട്. ഒന്നുകൂടെ പറയാം, ആഗ്രഹിക്കുന്നെങ്കിലും വിമർശിക്കാറുണ്ട്. അതൊരു കപട ആത്മീയതയാണ്. കാരണം ദൈവം ആദ്യം ഗ്ലോറിക്കകത്ത് തൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആദ്യം പറഞ്ഞ പദം 1:28 ഉൽപ്പത്തി, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ, ഫിൽ ദി എർത്ത് ആൻഡ് സബ്ഡ്യൂട്ട്. അവിടെ 2 പദമുണ്ട്: be fruitful, increase in number, be prosperous, be increase. Hallelujah. Be fruitful. ഇന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ടോ? ഫലമുണ്ടോ? ഹല്ലേലൂയ. അതോ അതെല്ലാം മുരടിച്ച് കിടക്കുവാണോ? എനിക്കിന്ന് നിങ്ങളോട് ചോദിക്കാനുള്ളത്, എല്ലാം മുരടിപ്പിൻ്റെ അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ കിടക്കുന്നതെങ്കിൽ അത് ചിലർ പറയാറുണ്ട് അത് ഒരാത്മീയതയുടെ ഒരു റിസൾട്ടാണെന്ന്. പക്ഷെ അതങ്ങനെയല്ല. അത് ദൈവം തന്ന ദാനമല്ല. ക്രിസ്തുവിന് വേണ്ടി ചില കഷ്ടതകൾ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരാം. പക്ഷെങ്കിൽ നിങ്ങൾ ഫലമില്ലാത്തവരായി വരണ്ട അവസ്ഥയിൽ കിടക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് എന്നെ കേൾക്കുന്നതെങ്കിൽ ഞാൻ പറയാൻ പോകുന്നു, ഗ്ലോറിക്കകത്തേക്ക് വന്നാൽ നിങ്ങൾ നിറവുള്ളവരായി മാറും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഗ്ലോറിക്കകത്തേക്ക് വന്നാൽ എൻ്റെ എല്ലാ മേഖലകളിലും നിറവ് വ്യാപരിക്കും, എൻ്റെ എല്ലാ മേഖലകളിലും ഫ്രൂട്ട്ഫുൾനെസ് വ്യാപരിക്കാനായിട്ട് പോവുകയാണ്. ആമേൻ. നശിച്ചിരിക്കുന്നത്, ക്ഷയിച്ചിരിക്കുന്നത് എല്ലാം വിട്ടുമാറിയിട്ട് ആ മേഖലകളെല്ലാം എന്തായി മാറും? ഫ്രൂട്ട്ഫുള്ളായി മാറും. പിന്നെ എന്തായിട്ട് മാറും? അത് വർദ്ധിക്കാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. പിന്നെ എന്തായിട്ട് മാറും? നിങ്ങൾ റൂളേഴ്സ് ആകാൻ തുടങ്ങും. ഈ 3 കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ദൈവം പറയുന്നത് വെരി ഗുഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് നിങ്ങളെക്കുറിച്ച് ദൈവം ഇന്നത്തെ മെസ്സേജ് കഴിയുമ്പം പറയാൻ പോവുകയാണ് വെരി ഗുഡ്. ഹല്ലേലൂയ. അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, നിങ്ങളുടെ ലൈഫ് ഗ്ലോറിയസ് ആകാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ മഹത്വം വ്യാപരിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ മഹത്വം കൊണ്ട് നിങ്ങളെ ദൈവം കവർ ചെയ്യാൻ പോവുകയാണ്. കുറവുകൾ ആണ് നിങ്ങളുടെ വീട്ടിൽ എപ്പോഴുമെങ്കിൽ, നിങ്ങളുടെ ആരോഗ്യ മേഖലകൾ എപ്പോഴും കുറവാണെങ്കിൽ, ഞാൻ ഇന്ന് പറയുന്നു, നിങ്ങൾ ഗ്ലോറിയിലേക്ക് കണക്റ്റ് ആകണം. ഹല്ലേലൂയ. നിങ്ങളുടെ സാമ്പത്തിക മേഖലകൾ എപ്പോഴും കുറവിലാണ് എങ്കിൽ, അത് കണ്ടിട്ട് ആർക്കും വെരി ഗുഡ് പറയാൻ പറ്റുന്നില്ല എങ്കിൽ, ഹല്ലേലൂയ, എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഗ്ലോറിയിലോട്ട് കണക്റ്റ് ആയാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പക്കൽ നിന്നൊരു വെരി ഗുഡ് കേൾക്കാൻ പറ്റും. ഹല്ലേലൂയ. നമ്മൾ തളർന്നും ക്ഷയിച്ചും ക്ഷീണിച്ചും ദാരിദ്ര്യത്തിലും കിടക്കുമ്പോൾ കർത്താവ് പറയത്തില്ല വെരി ഗുഡ് എന്ന്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ കർത്താവ് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്ന് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മൾ കർത്താവ് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ്. ഏതൊരു പ്രൊഡക്റ്റും ഉണ്ടാക്കുമ്പോൾ മാനുഫാക്ചററിന് ഒരു ലക്ഷ്യമുണ്ട്. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? മാനുഫാക്ചറിന് ഒരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ആൾക്കാർ വെരി ഗുഡ് എന്ന് പറയണം. അതുകൊണ്ടാണ് ദൈവം എല്ലാത്തിനെയും ഉണ്ടാക്കിയിട്ട്, എസ്പെഷ്യലി മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് എന്നാ പറഞ്ഞു? വെരി ഗുഡ്. എന്നിട്ട് ദൈവത്തിൻ്റെ ആഗ്രഹം എന്തുവാ? ഇവനെ, ഈ പ്രൊഡക്റ്റിനെ ആര് കണ്ടാലും വെരി ഗുഡ് പറയണം. ഞാൻ ഇന്ന് പ്രവചിക്കട്ടെ, നിങ്ങളുടെ വീടിനെ ഇന്ന് തൊട്ട് അയൽവക്കക്കാർ കണ്ടു വെരി ഗുഡ് പറയാൻ പോവുക. ഇത്രയും നാൾ ഇവനെ കൊണ്ട് ഇവൻ ഇങ്ങനെയാണല്ലോ, ഇവനും ഇവൻ്റെ ഫാമിലി പെന്തിക്കോസിൽ പോയിട്ടും ഇങ്ങനെയാണല്ലോ എന്നാണ് ഇത്രയും നാൾ പറഞ്ഞതെങ്കിൽ, ഇന്നത്തെ മെസ്സേജ് കഴിയുമ്പോൾ നിങ്ങളുടെ ഫാമിലി വെരി ഗുഡിലോട്ട് കയറാൻ പോവുകയാണ്. അത് ആൾക്കാരും പറയും, ദൈവവും നിങ്ങളെക്കുറിച്ച് പറയും. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഗ്ലോറിയെക്കുറിച്ച് അധികം പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഗ്ലോറിയെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടെ പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഗ്ലോറിയുടെ മറ്റൊരു പദപ്രയോഗമാണ് ഓണർ. ഹല്ലേലൂയ. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ഗ്ലോറിയുടെ മറ്റൊരു ടെർമിനോളജി, മറ്റൊരു അർത്ഥം അവിടെ എഴുതിയിരിക്കുന്നത് ബഹുമാനം എന്നാണ്. എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞാട്ടെ, ബഹുമാനം, ഓണർ. ഹല്ലേലൂയ. എല്ലാവരും എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞാട്ടെ, ഗ്ലോറിയുടെ മറ്റൊരു പദപ്രയോഗമാണ് ഓണർ. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, ഓണർ, ബഹുമാനം. ഹല്ലേലൂയ. നിങ്ങളെ ദൈവം സൃഷ്ടിച്ചപ്പം അങ്ങനെയാണ് സൃഷ്ടിച്ചിരുന്നത്. നമുക്കൊരു വാക്യം വായിക്കാം. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം അതിൻ്റെ 8-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, 8-ാം അധ്യായം, ഹല്ലേലൂയ,
അതിൻ്റെ 5-ാമത്തെ വാക്യം. അവിടെ മനുഷ്യനെ കുറിച്ച് ഒരു പദം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സങ്കീർത്തനം 8:5. യു ഹാവ് മെയ്ഡ് ദം എ ലിറ്റിൽ ലോവർ ദാൻ ദി ഏഞ്ചൽസ് ആൻഡ് ക്രൗൺഡ് ദം വിത്ത് ഗ്ലോറി ആൻഡ് ഓണർ. അവിടെ എഴുതിയിരിക്കുകയാണ്, നീ മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ബഹുമാനം എന്ന പദം എപ്പോഴും തേജസ്സുമായി കണക്ട് ചെയ്താണ് വരുന്നത്. ഓ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഈ ബഹുമാനം എന്ന പദപ്രയോഗം എപ്പോഴും തേജസ് എന്ന പദപ്രയോഗമായി കണക്ട് ചെയ്താണ് വരുന്നത്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ അതൊന്ന് വായിക്കാം. നീ അവരെ ദൂതന്മാരെക്കാൾ ഒരു ട്രാൻസ്ലേഷൻ, വേറൊരു ട്രാൻസ്ലേഷൻ ദൈവത്തെക്കാൾ. എനിക്ക് അതാണ് ഇച്ചിരൂടെ ഇഷ്ടം. നമ്മൾ ദൂതന്മാരെക്കാൾ താഴെയല്ല, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. എല്ലാവരും പറഞ്ഞ അല്പമേ താഴ്ത്തിയുള്ളൂ. ഈ നമ്മുടെ പ്രശ്നം, നമ്മൾ താഴ്മ കാണിച്ച് ദൈവം നമ്മെ അണിയിച്ച ബഹുമാനത്തെക്കാൾ നമ്മെ താഴ്ത്തുകയാണ്. അത് താഴ്മയല്ല. ഹല്ലേലൂയ. അത് പിശാചിന് നമ്മളെ മുതലെടുക്കാനുള്ള അവസരമായി മാറും. നമ്മളെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ, അല്പം മാത്രം താഴ്ത്തി. ഹല്ലേലൂയ. ആൻഡ് ക്രൗൺ ദം വിത്ത് ഗ്ലോറി ആൻഡ് ഓണർ. അവരെ തേജസ്സും ബഹുമാനവും കൊണ്ട് അണിയിച്ചു. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവം എന്നെ തേജസ്സും ബഹുമാനവും കൊണ്ട് അണിയിച്ചു? അവിടുത്തെ വാക്ക് ഓണർ എന്നാണ്. ഏതൊരു പ്രൊഡക്റ്റിനും ഒരു ഓണറുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് മനുഷ്യനെ നോക്കിയാൽ കൊറോണ ബാധിച്ച് ക്യാൻസർ ബാധിച്ച് മരിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങളൊന്ന് പിക്ചറിൽ കണ്ടേ. ഹല്ലേലൂയ. അവൻ്റെ ഓണർ എവിടാ? അവൻ എന്തോ ബഹുമാനം ഉള്ളത്? നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ. അവൻ്റെ ബഹുമാനം നഷ്ടപ്പെടുകയല്ലേ ചെയ്തേ? ആദിമ മനുഷ്യനെ 1-ാം അധ്യായം 28-ാം വാക്യം ഉൽപ്പത്തിയിൽ എന്തോ എഴുതിയേ? അവൻ എപ്പോഴാ ബഹുമാനം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ സർവത്തിനും അവനെ അധിപതിയാക്കി. കമോൺ. സർവ ചരാചരങ്ങളെയും വാഴുന്നവനായി മനുഷ്യൻ നിൽക്കുന്നതാണ് അവന് ദൈവം കൊടുത്ത ഓണർ. ഹല്ലേലൂയ. ഇപ്പോൾ എൻ്റെ മുൻപിൽ ഒരു ക്യാമറ ഇരിപ്പുണ്ട്. അതിന് ഞാൻ ബഹുമാനം, സോണിയുടെ ഒരു ക്യാമറയാണ്, അതിന് ഞാൻ ബഹുമാനം കൊടുക്കണമെങ്കിൽ എൻ്റെ വിഷ്വലുകൾ HD ക്ലാരിറ്റിയിൽ ഹാർവസ്റ്റ് TV യിൽ കൊടുക്കാൻ അതിന് സാധിക്കണം. അതിനെ ഉണ്ടാക്കിയ പദ്ധതി അതിന് നിറവേറ്റാൻ പറ്റണം. മനുഷ്യനെ ഉണ്ടാക്കിയ എന്തിനാണെന്ന് ചോദിച്ചാൽ, അവൻ്റെ പദ്ധതി എന്തിനാണെന്ന് ചോദിച്ചാൽ പലരും പറയാറുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, പലരും പറയാറുണ്ട് ദൈവത്തെ ആരാധിക്കാൻ. ദൈവത്തെ ആരാധിക്കുക എന്നത് പർപ്പസ് അല്ല, അത് അവൻ്റെ ജീവശ്വാസമാണ്. മനുഷ്യനെ ഉണ്ടാക്കിയതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ സർവത്തെയും വാഴുക, ഭരിക്കുക. ഉൽപ്പത്തി 1:28 മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനോട് പറഞ്ഞു നീ വർദ്ധിച്ചു പെരുകുക. അത് കഴിഞ്ഞ് പറഞ്ഞു നീ സകല ചരാചരങ്ങളുടെ മേലും വാഴുക എന്ന് പറഞ്ഞ റൂളർഷിപ്പാണ് അവന് കൊടുത്ത ഓണർ. ഓ കമോൺ. എന്താണ് അവന് കൊടുത്ത ഓണർ? റൂളർഷിപ്പാണ്. അതുകൊണ്ടാണ് യേശു തിരിച്ചു വന്നപ്പോൾ തേജസ് അണിഞ്ഞവനായിട്ടാണ് അവൻ വന്നത്. പുറത്തെ ശരീരത്തിലല്ല, അകത്ത് യേശുവിന് തേജസ് ഉണ്ടായിരുന്നു. പുറത്ത് അവന് കിട്ടിയ ബഹുമാനം എന്താന്ന് ചോദിച്ചാൽ, പരീശന്മാരെല്ലാവരും കൂടെ അവനെ ബഹുമാനിച്ചതല്ല അവന് കിട്ടിയ ബഹുമാനം. എല്ലാവരും കൂടെ ക്രൂശിച്ചിട്ടും അവൻ്റെ ബഹുമാനം പോയിട്ടില്ല. കാരണം എന്തുവാ? സർവ ചരാചരങ്ങളെയും സർവ രോഗത്തെയും ഭൂമിയിലുള്ള സർവത്തെയും അവൻ വാണു. അവൻ റൂളറായിരുന്നു. എൻ്റെ യേശു കാലിത്തൊഴുത്തി ജനിച്ചെന്ന് പറയാൻ നമുക്ക് ഇൻട്രസ്റ്റാ. എൻ്റെ യേശു ഒരു ഉടുപ്പും കൊണ്ട് നടന്നെന്ന് പറയാൻ നമുക്ക് ഇൻട്രസ്റ്റാ. പക്ഷെ അവൻ വാഴുമായിരുന്നു. അവൻ ഒരു ഉടുപ്പേ ഉള്ളതിലും അവൻ സമ്പത്തിനെ വാഴുമായിരുന്നു. അവൻ പോക്കറ്റിൽ പേഴ്സും ഒത്തിരി പൈസയും കൊണ്ട് നടന്നില്ല. പക്ഷെ അവൻ സമ്പത്തിനെ വാഴുമായിരുന്നു. അവൻ മത്സ്യത്തെ വാഴുമായിരുന്നു. അവൻ രോഗത്തെ വാഴുമായിരുന്നു. അവൻ ഭൂമിയെ വാഴുമായിരുന്നു. അവൻ വാണപ്പോൾ എന്ത് സംഭവിച്ചു? അതാണ് അവന്റെ ഓണർ. ഇന്ന് നിങ്ങളെ ഈ ഭൂമിയിലെ എന്തെങ്കിലും ഒന്ന് നിന്നെ ഭരിക്കുന്നു എങ്കിൽ ഞാൻ പറയാം നിന്റെ ഓണർ നഷ്ടപ്പെട്ടിരിക്കുന്നു. നീ ഗ്ലോറിയിലല്ല. എന്നാൽ നീ ഗ്ലോറിയിലേക്ക് വന്നാൽ ഗ്ലോറിയുമായി അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ഒരു പദം കൂടെ ഉണ്ട്, ഓണർ. നിനക്ക് ബഹുമാനം കിട്ടും. നിനക്ക് ബഹുമാനം തരാൻ പോവുക ആര്?
ആര് ബഹുമാനം തരും? നിനക്കൊരു അത്തിവൃക്ഷം ബഹുമാനം തരണം. ഒരു ദിവസം യേശു അത്തിയോട് സംസാരിച്ചു. അടുത്ത ദിവസം നോക്കിയപ്പം അത്തി അവനെ അനുസരിച്ചത് കണ്ട് ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടു. കാറ്റും കടലും അവനെ അനുസരിക്കുന്നത് കണ്ട് ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്ലോറിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ഓണർ? റൂളർഷിപ്പാണ് ഓണർ. ഞാൻ പറയുന്നു, ഇന്ന് നിങ്ങൾ കരഞ്ഞും അലറിയും നിലവിളിച്ചും നിങ്ങളുടെ ജീവിതം പേടിച്ചും ഭയപ്പെട്ടും ജീവിക്കുന്നുവെങ്കിൽ, ഇന്ന് നിങ്ങൾ ഗ്ലോറിയുമായി കണക്ട് ആയാൽ നിങ്ങൾക്ക് ദൈവം ഓണർ നൽകും. സർവ്വഭൂമിയിലെ ചരാചരങ്ങളും നിങ്ങളെ ബഹുമാനിക്കും. സർവ്വഭൂമിയിലെ ചരാചരങ്ങളും ബഹുമാനിക്കും. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയത്, സർവ്വഭൂമിയിലെ ചരാചരങ്ങളും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കാത്തിരിക്കുന്നു. എന്താ 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 സർവ്വഭൂമിയിലെ സർവ്വചരാചരങ്ങളും, എവ്രി ക്രിയേഷൻ ഈസ് ലുക്കിംഗ് ഫോർ ദ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ സൺ ഓഫ് ഗോഡ്. ദൈവപുത്രന്മാരുടെ തേജസ്സിനായി, വെളിപ്പാടിനായി കാത്തിരിക്കുന്നു സർവ്വ ക്രിയേഷനും. ഞാൻ പറയാം, സർവ്വ ക്രിയേഷനും നിങ്ങളുടെ റൂളർഷിപ്പിൻ്റെ കീഴിലേക്ക് വരട്ടെ. അതാണ് നിങ്ങൾക്ക് ദൈവം തരുന്ന ഓണർ. എല്ലാവരും ചേർന്ന് പറഞ്ഞ് ഓണർ, 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 ബഹുമാനം. ഇന്നത്തെ എൻ്റെ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ പിശാച് നിങ്ങളുടെ ബഹുമാനത്തെയും കൂടെ വലിച്ചു കീറി നിങ്ങളെ തറയിലിട്ട് ചവിട്ടുക. നീ വെന്റിലേറ്ററെ കിടക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ ദൈവത്തിന് മഹത്വമാണെന്നാ? നോ. ആ പിശാച് പറയുക, ദൈവമേ നിൻ്റെ പ്രൊഡക്റ്റ് നോക്കിക്കേ കിടക്കുന്നത് വെന്റിലേറ്ററിൽ. നോക്കിക്കേ, ഒരു ചീള് കൊറോണ അവനെ അറ്റാക്ക് ചെയ്ത് കിടക്കുന്നത് നോക്കിക്കേ. ഒരു ഇച്ചിപ്പൂരമുള്ള ക്യാൻസർ സെല്ല് അവനെ അറ്റാക്ക് ചെയ്തിട്ട് അയ്യേ കിടക്കുന്നത് കണ്ടില്ലേ? അയ്യേ അയ്യേ, ഇതാണോ ദൈവമേ നിന്റെ പ്രൊഡക്റ്റ്? ഇതാണോ നിന്റെ പ്രൊഡക്റ്റ്? അയ്യേ എന്ന് പറഞ്ഞ് ദൈവത്തെ പിശാച് നിന്ദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയിലാണ് നമ്മൾ അതിനെപ്പോലും എന്തോ വിളിക്കുന്നത്. അത് ദൈവം തന്ന ദാനമാണ്. നോ, അത് ദൈവം തന്ന ക്രൂശല്ല. ക്രൂശ് വേറെയാ, ക്രൂശ് വേറെയാ, ക്രൂശിന്റെ അനുഭവം വേറെയാ. അത് ക്രിസ്തുവിന് വേണ്ടിയുള്ള കഷ്ടതയാ. ക്രൂശ് മരണം. യേശു ക്രൂശെ കിടക്കുന്ന പിക്ചർ ഒന്ന് കണ്ടേ. യേശു ക്രൂശെ കിടക്കുന്ന പിക്ചർ ഒന്ന് കണ്ടേ. ഇത്രയും തേജസ് വഹിക്കുന്ന യേശു ക്രൂശെ കിടക്കുക. ആ ക്രൂശെ കിടക്കുമ്പം പലരും പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വാടാ എന്ന് വെല്ലുവിളിച്ചു. നമ്മുടെ കണ്ണിൽ അവൻ നാണം കെട്ടല്ലേ? നമ്മുടെ കണ്ണിൽ അവൻ്റെ ബഹുമാനം നഷ്ടപ്പെട്ടു അല്ലേ? പക്ഷെ അതല്ല. ഓ ഹല്ലേലൂയ. ക്രൂശിൻ്റെ അനുഭവം വാസ്തവത്തിൽ ഗ്ലോറിയസ് ആണ്. ക്രൂശിന്റെ അനുഭവത്തിൽ നിനക്ക് ഇൻസൾട്ടുകൾ വന്നാലും അത് മഹത്വമാണ്. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനം പറഞ്ഞത്, നിങ്ങൾ യേശുവിന് വേണ്ടി നിന്ദിക്കപ്പെടുമ്പോൾ ഗ്ലോറിയുടെ ആത്മാവ് നിങ്ങളുടെ മേൽ ഉണ്ടല്ലോ. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചാലോ. 1 Peter chapter 4 verse 14. എല്ലാവരും വായിക്കണേ. 1 പത്രോസ് 4:14. ഹല്ലേലൂയ. 1 പത്രോസ് 4:14. അവിടെ എഴുതിയിരിക്കുകയാണ്, ഇഫ് യു ആർ ഇൻസൾട്ടഡ് ബിക്കോസ് ഓഫ് ദ നെയിം ഓഫ് ക്രൈസ്റ്റ് യു ആർ ബ്ലെസ്ഡ്. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ബഹുമാനം പോയി എന്നല്ല, നിങ്ങൾ ഭാഗ്യവാന്മാർ. For the spirit of glory rest upon you. മഹത്വത്തിൻ്റെ ആത്മാവ് അപ്പോൾ നിന്റെ മേൽ വസിക്കുന്നില്ലയോ? ദൈവമേ, കിട്ടുന്നില്ല. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ക്രൂശിന്റെ അനുഭവത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ യേശുവിന്റെ പേരിൽ നിന്ദിക്കപ്പെടുമ്പോൾ വാസ്തവത്തിൽ മഹത്വത്തിന്റെ ആത്മാവ് നിന്റെ മേലുണ്ട്. യേശു ക്രൂശെ കിടക്കുമ്പോൾ അവന്റെ ബഹുമാനം പോയിട്ടില്ല. പക്ഷേ യേശുവിനെ ക്യാൻസർ സെൽ അറ്റാക്ക് ചെയ്തിരുന്നെങ്കിൽ യേശുവിന്റെ ബഹുമാനം നഷ്ടപ്പെടും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുവിന് വേണ്ടി അടിയോ നിന്നയോ ജയിൽവാസമോ സഹിക്കുമ്പോൾ മഹത്വം നിന്റെ മേൽ ഉണ്ടെന്ന വാക്യം. അത് ബഹുമാനക്കുറവല്ല, അത് ക്രൂശിന്റെ അനുഭവമാ. അത് ബഹുമാനക്കുറവല്ല, അത് തേജസിന്റെ കുറവല്ല, മറിച്ച് തേജസ് വർദ്ധിപ്പിക്കുന്നതാ. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, ഈ ചെറിയ ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസിന്റെ നിത്യകാലം ഞങ്ങൾക്ക് തരുമെന്ന്. ഏത് കഷ്ടം? പല്ലുവേദനയോ? ഏത് കഷ്ടം? കൊറോണയോ? ഏത് കഷ്ടം? വെന്റിലേറ്ററോ? ഏത് കഷ്ടം? ക്യാൻസറോ? ഏത് കഷ്ടം? എയ്ഡ്സോ? അല്ല.
യേശുവിന് വേണ്ടി ഞാനിപ്പോൾ ജയിലിൽ കിടക്കുക, യേശുവിന് വേണ്ടി ഞാനിപ്പോൾ അടി കൊള്ളുക. 39 അടി കുറേ 39 അടി യഹൂദന്മാരാൽ ഞാൻ കൊണ്ടു. ആമേൻ. കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, ആമേൻ, എൻ്റെ കൂട്ടു സഹോദരന്മാരുള്ള ആപത്ത്, ആമേൻ, എൻ്റെ ക്രൂശിനെ, ആമേൻ, എന്നെ അടിക്കുന്നത്, നിന്ദിക്കുന്നത്, പരിഹസിക്കുന്നത്, യേശുവിന് വേണ്ടി ഞാൻ പോകുന്ന ഓരോ കഷ്ടതയും എനിക്ക് തേജസ്സിനെ വർദ്ധിപ്പിച്ചു തരുമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെങ്കിൽ പൗലോസിനെ അണലി കടിച്ചപ്പോ, എന്നാൽ അണലിയെ അവിടെ ഇരുന്നോട്ടെന്ന് പൗലോസ് പറഞ്ഞില്ല. ഹല്ലേലൂയ. ആമേൻ. രോഗികൾ ചുറ്റുമുള്ളപ്പോൾ എന്നാൽ രോഗം അവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞില്ല. അവൻ്റെ കർച്ചീഫ് കൊടുത്തു വിടുക. അവൻ്റെ കർച്ചീഫിനെ പോലും രോഗാത്മാക്കൾ ബഹുമാനിക്കും. ഇന്ന് നീ യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന കുഞ്ഞാണെങ്കിൽ ഞാൻ നിന്നോടൊരു ദൂത് പറയാം, അത് ബഹുമാനക്കുറവല്ല. എന്നാൽ നീ കൊറോണയിലും വെന്റിലേറ്റർ കേസിലും നട്ടല് വേദനയിലും റുമാറ്റിസിലും ആർത്രൈറ്റിസിലും കിടക്കുവാണെങ്കിൽ ദൈവാത്മാവിന് നിന്നോട് പറയാനുണ്ട്, നീ ഗ്ലോറിയിലേക്ക് വന്നാൽ ആ രോഗാത്മാക്കൾ നിന്നെ ബഹുമാനിച്ചേ പറ്റൂ. നീ ശരിക്കും ഗ്ലോറി റലത്തിലോട്ട് കണക്ട് ആയാൽ, ആമേൻ, പിന്നെ ഓരോ ചരാചരങ്ങളും നിന്നെ ബഹുമാനിക്കും. അതി ബഹുമാനിക്കണം. കാറ്റും കടലും നിന്നെ ബഹുമാനിക്കണം. സമ്പത്ത് നിന്നെ ബഹുമാനിക്കണം. മീൻ വന്ന് കൂടാൻ പറഞ്ഞ മീൻ നിന്റെ വാക്ക് അനുസരിക്കണം. സർവ്വ ചരാചരങ്ങളും നിന്റെ കാൽ കീഴിൽ വന്ന് മുട്ടുമടക്കുന്ന ഒരു അനുഭവം ഉണ്ടാകാൻ പോവുകയാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, തേജസ്സും ബഹുമാനവും. ബഹുമാനം. ഈ ലോകത്തിൻ്റെ ബഹുമാനം വേറെ, ദൈവത്തിൻ്റെ ബഹുമാനം വേറെ. ഹല്ലേലൂയ. ഈ ലോകം തരുന്ന ബഹുമാനത്തിൻ്റെ പുറകെ നിങ്ങൾ പോകണ്ട. നിങ്ങൾക്ക് ദൈവം തരുന്ന ബഹുമാനം മതി. എല്ലാവരും പറഞ്ഞ, ദൈവം എന്നെ ഗ്ലോറി കൊണ്ടും ഓണർ കൊണ്ടും നിറയ്ക്കാൻ പോവുകയാണ്. ആ ബഹുമാനം എങ്ങനെ കിട്ടുന്നത്? നിങ്ങൾക്ക് വാഴാൻ സാധിക്കും. സർവ്വഭൂമിയിലെ ചരാചരങ്ങളും നിന്റെ വാക്കിൻ്റെ മുൻപിൽ മടക്കും. എവിടാ ബ്രദറെ? അന്ത്യ ന്യായവിധി കഴിഞ്ഞിട്ട് അല്ല, ഇപ്പോൾ. അന്ത്യ ന്യായവിധി കഴിഞ്ഞിട്ടല്ല, ഇപ്പോൾ. ഇപ്പോൾ ഇപ്പോൾ ആത്മമനുഷ്യന്മാർ റൂളർഷിപ്പിലോട്ട് കയറുന്ന സമയമായി തീരട്ടെ. ഹല്ലേലൂയ. എത്ര പേർ എൻ്റെ കൂടെ ഉണ്ട്? എത്ര പേർ എൻ്റെ കൂടെ ഉണ്ട്? ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എനിക്ക് വളരെ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ തൊട്ട ഒരു വാക്യം കൂടെ വായിക്കാൻ പോവുകയാണ്. യോഹന്നാൻ 5:44. യോഹന്നാൻ 5:44. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹൗ ക്യാൻ യു ബിലീവ് സിൻസ് യു അക്സെപ്റ്റ് ഗ്ലോറി ഫ്രം വൺ അനദർ ബട്ട് ഡു നോട്ട് സീക്ക് ദ ഗ്ലോറി ദാറ്റ് കംസ് ഫ്രം ദി ഓൺലി ഗോഡ്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾക്ക് ആമേൻ, നിങ്ങൾ തമ്മിൽ ബഹുമാനത്തെ ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ള ബഹുമാനവും തേജസ്സും ലഭിക്കുന്നില്ലല്ലോ. ഒന്നുകൂടെ വായിക്കാം. ഹൗ ക്യാൻ യു ബിലീവ് സിൻസ് യു അക്സെപ്റ്റ് ഗ്ലോറി ഫ്രം വൺ അനദർ. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവർ ഈ പരീശന്മാർ തമ്മിൽ ഗ്ലോറിയെ സ്വീകരിക്കുകയാണ്. അവൻ അങ്ങോട്ട് പുകഴ്ത്തുക, ഇവൻ ഇങ്ങോട്ട് പുകഴ്ത്തുക. ആമേൻ. ഏറ്റവും മുൻപന്തിയിൽ വന്ന് ഇരുത്തുക, നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആമേൻ ആളുകളുടെ മുൻപിൽ വലിയ ആളാകുക. അങ്ങനെ തമ്മിൽ ഗ്ലോറി സീക്ക് ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിൽ നിന്നുള്ള ഗ്ലോറി ലഭിക്കുന്നില്ലല്ലോ എന്നവിടെ എഴുതിയിരിക്കുന്നു. മലയാളം ബൈബിൾ എഴുതിയിരിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള ബഹുമാനം, ഓണറിനെ ആമേൻ ഇവർക്ക് ലഭിക്കുന്നില്ലല്ലോ. ചില ട്രാൻസ്ലേഷനുകൾ അവിടെ ഗ്ലോറി എന്ന് ഉപയോഗിച്ചു, ചില ട്രാൻസ്ലേഷനുകൾ അവിടെ ഓണർ എന്ന് ഉപയോഗിച്ചു. ആമേൻ. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ എഴുതിയിരിക്കുകയാണ്, ബട്ട് യു ഡു നോട്ട് സീക്ക് ദ ഗ്ലോറി ദാറ്റ് കംസ് ഫ്രം ദി ഓൺലി ഗോഡ്. എല്ലാവരും ഇന്ന് മനസ്സിലാക്കിക്കോണം, നിങ്ങൾക്ക് ബഹുമാനവും തേജസ്സും വരുന്നത് ദൈവത്തിൻ്റെ പക്കൽ നിന്നാണ്. ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വരുന്ന ബഹുമാനവും തേജസ്സും നിങ്ങളുടെ ലൈഫിനെ തിരിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് ഞാൻ എൻ്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ ബഹുമാനം ദൈവം അണിയിക്കാൻ പോവുക. ഇന്ന് എൻ്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ ദൈവം തേജസ്സിനെ അണിയിക്കാനായിട്ട് പോവുക. തേജസ് അണിയിക്കുമ്പോൾ നിങ്ങൾ വർദ്ധിക്കും, നിങ്ങൾ പെരുകും, നിങ്ങൾ വാഴും, നിങ്ങൾ ഫ്രൂട്ട്ഫുൾ ആകും. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, ഞാൻ ഫ്രൂട്ട്ഫുൾ ആകും. ഞാൻ എന്തോ ആകും? ഞാൻ ഫലം കായ്ക്കും.
ഹല്ലേലൂയ. ഓരോ വൃക്ഷത്തെയും ഓരോ ചെടിയും ദൈവം സൃഷ്ടിച്ചിട്ട് അതിൻ്റെതായ വിത്തിനെ ദൈവം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന് ഫലം കായ്ക്കാൻ പറ്റും, അതിന് വർദ്ധിക്കാൻ പറ്റും. നിങ്ങൾ ഗ്ലോറിക്കകത്തേക്ക് വരുവാണെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ ഒതുങ്ങിപ്പോത്തില്ല, നിങ്ങൾ പെരുകും, നിങ്ങൾ വർദ്ധിക്കും, നിങ്ങൾ പ്രോസ്പർ ആകും, നിങ്ങൾ വർദ്ധിച്ചു വരും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഈ 4-5 പദങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ സർവ്വത്തിനെയും വാഴാനായി തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് നിന്നെ വാഴുന്ന പ്രതിസന്ധി ആമേൻ ഇനി നിന്നെ വാഴത്തില്ല. കാരണം നീ അതിനെ വാഴാനായി തുടങ്ങുകയാ. നിന്റെ മേലൊരു ബഹുമാനത്തെ എൻ്റെ ദൈവം ഇടാനായിട്ട് പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോസഫിൻ്റെ മേൽ ഒരു നിലയങ്കി അപ്പൻ ഇട്ടതുപോലെ നിന്റെ മേൽ ഒരു ബഹുമാനത്തെ എൻ്റെ ദൈവം ഇടാൻ പോകുക. മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ ആമേൻ അവനെ വിശിഷ്ടമായ വസ്ത്രം കൊണ്ടും മോതിരം കൊണ്ടും എൻ്റെ ദൈവം അണിയിച്ചു. അതെന്തെൻ്റെ സിമ്പലാണെന്നറിയാമോ? ബഹുമാനത്തിൻ്റെ സിമ്പലാ. ഇന്ന് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയോ? ഗ്ലോറിയിൽ നിന്ന് ഇറങ്ങിപ്പോയോ? എന്നാൽ ഇന്ന് ഈ സായാഹ്നത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാം. തിരിച്ചു വന്നാൽ തേജസ്സും ബഹുമാനവും അവൻ നിന്നെ അണിയിക്കും. വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ആമേൻ മോൻ പറയുകയാണ്, എന്നെ ഇവിടുത്തെ ഒരു ദാസനെ പോലെ കണക്കാക്കണമേ എന്ന്. പക്ഷേ എൻ്റെ ദൈവം അതിന് തയ്യാറായില്ല. മറിച്ച് ലൂക്കോസ് 15 നമ്മൾ വായിക്കുമെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. But the father said to his servants, "Quick, bring the best robe." ആദ്യം പറഞ്ഞ എന്തുവാ? ഏറ്റവും നല്ല നിലയങ്കി കൊണ്ടുവാ. അവൻ്റെ കയ്യിൽ റിങ് ഇട്, അവന് സാൻഡൽസ് കൊടുക്ക്, അവൻ തടിച്ച കാളയെ അറുക്ക്. ആദ്യം പറഞ്ഞത് അവനുള്ള നിലയങ്കി കൊടുക്ക്, അവൻ്റെ അങ്കി കൊടുക്ക്, അവൻ്റെ അധികാരം കൊടുക്ക്, അവൻ്റെ മോതിരം തിരിച്ചു കൊടുക്ക്. ഇവൻ സെർവൻ്റ് അല്ല, ഇവൻ മോനാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പുതിയ നിയമത്തിലെ മക്കൾ എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും തെറ്റിപ്പോയെങ്കിൽ സാരമില്ല. തിരിച്ചു വന്നാൽ ആദ്യം നിന്നെ തേജസ്സും ബഹുമാനവും കൊണ്ട് എൻ്റെ ദൈവം അണിയിക്കും. തേജസ്സും ബഹുമാനവും നിന്നെ അണിയിച്ചാൽ പിന്നെ ആമേൻ സർവരും ആമേൻ ഈ പുത്രനെ നോക്കിയേ. ഈ പുത്രൻ്റെ മുകളിലോട്ട് ആ നിലയങ്കി വീഴുമ്പം തൊട്ട് സർവ്വ സെർവന്റുകളും ആമേൻ അവൻ്റെ മുൻപിൽ മുട്ടുമടക്കണം. ഹല്ലേലൂയ. അവിടെയുള്ള സർവ്വ കാര്യങ്ങളും അവൻ്റെ മുൻപിൽ മുട്ടുമടക്കിയേ പറ്റത്തുള്ളൂ. അവൻ പന്നിക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ സെർവൻറ്റുകൾ ചിന്തിച്ചു കാണും, ഇവനും ഒരു സെർവൻ്റ് ആണെന്ന്, ഇവനും ഒന്നിനും കൊള്ളാത്തവനാണെന്ന്. പക്ഷേ നിലയങ്കി പുറത്തോട്ട് കയറിയപ്പോഴത്തേക്കും ആളിൻ്റെ രീതി മാറി. അവന് ബഹുമാനം അണിയിച്ചു. എൻ്റെ ദൈവം നിന്നെ ബഹുമാനത്താൽ അണിയിക്കാൻ പോവുക. കാരണം ഗ്ലോറി എപ്പോഴും ബഹുമാനം എന്ന പദവുമായി ഇന്റർ കണക്റ്റഡ് ആണ്. ഗ്ലോറി ആൻഡ് ഓണർ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ലൈഫിൽ ദൈവം ഗ്ലോറിയും ഓണറും തരാൻ പോവുകയാണ്? ഇന്ന് നിങ്ങളത് വിശ്വസിക്കുമെങ്കിൽ നിങ്ങളുടെ നിലയങ്കി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന രാത്രിയായിട്ട് ഇത് മാറും. ഇന്ന് നിങ്ങളത് വിശ്വസിക്കുമെങ്കിൽ നിങ്ങളുടെ അധികാരം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന രാത്രിയായിട്ട് ഇത് മാറുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു. പരിശുദ്ധാത്മാവേ, ഞാൻ ഇപ്പോൾ തന്നെ ഈ പ്രിയ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പാ, ഇവരുടെ അധികാരം ഇവരിൽ നിന്ന് പിശാച് ആമേൻ തട്ടിയെടുത്തു. ഇവരുടെ നിലയങ്കി ഇവരിൽ നിന്ന് പിശാച് തട്ടിയെടുത്തു. ഇവരുടെ അധികാരങ്ങൾ ആമേൻ ഇവരിൽ നിന്ന് തട്ടിയെടുത്തു. വെരി ഗുഡ് എന്ന് ദൈവം പറഞ്ഞിരുന്ന ഇവരെ കുറിച്ച് ഇപ്പോൾ ലോകം മുഴുവൻ പറയുന്നത് വെരി ബാഡ് എന്നാണ്. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ പദ്ധതി അല്ല. തേജസ്സും ഓണറും കൊണ്ട് അണിയിച്ചിരുന്ന ഇവർക്ക് ഇപ്പോൾ ഓണറില്ല, ബഹുമാനമില്ല. ആമേൻ. എല്ലാവരുടെ മുന്നിൽ പരിഹാസിതരാണ്, നിന്ദിതരാണ്, ദുഃഖിതരാണ്. എന്നാൽ ഇന്ന് ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ആ പരിഹാസത്തിന്റെ കുപ്പായം മാറിയിട്ട് ഒരു പുതിയ നിലയങ്കി ഇവരുടെ ലൈഫിൽ റിലീസാകട്ടെ. ഒരു ഓർണമെന്റേഷൻ നടക്കട്ടെ. ഒരു പുത്തൻ നിലയങ്കി ഇവരെ ഉടുപ്പിക്കട്ടെ, ഇവരെ ഓണർ കൊണ്ട് ഉടുപ്പിക്കട്ടെ, ഫ്രൂട്ട്ഫുൾനെസ് കൊണ്ട് ഉടുപ്പിക്കട്ടെ, വർദ്ധനവ് ആമേൻ ഇപ്പോൾ ഇവരുടെ ലൈഫിൽ കടന്നു വരട്ടെ. ഇവർ പെരുകട്ടെ, ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവർ ഫലം കായ്ക്കട്ടെ, ഇവർ തേജസ്സും ബഹുമാനവും കൊണ്ട് അണിയിക്കപ്പെട്ടവരായി തീരട്ടെ. ഇവരുടെ സാഹചര്യങ്ങൾ ഇവരുടെ മുൻപിൽ ഇപ്പോൾ മുട്ടുമടക്കട്ടെ. തിരുക്കരത്തിൽ അങ്ങനെ പറഞ്ഞ് ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, തിരുക്കരത്തിൽ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. God bless you and see you in the next episode. Amen.